നമസ്കാരം. ഞാൻ ബിജി ഷൊളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജി ഷൊളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി. കഴിഞ്ഞ ആഴ്ചകളിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ആഴ്ചകളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെ വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു ട്രെൻഡിനെ നമുക്ക് മാനേജ് ചെയ്യാം. ഇപ്പോൾ നിഫ്റ്റിയുടെ നമ്മൾ ട്രെൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നിഫ്റ്റി ഒരു ഹയർ ലെവലിൽ എത്തിയപ്പോൾ മുതൽ തന്നെ നമ്മൾ പറയുന്നതാണ് 2200 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് ബൈ എടുക്കുന്നത് സേഫ് അല്ല. നിഫ്റ്റിയിലും ഈ ഒരു ലെവലിൽ നിന്നായാലും പ്രോഫിറ്റ് ബുക്കിനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് നമ്മൾ 1-2 ദിവസം തന്നെ അലേർട്ട് തന്നതാണ്. മാത്രമല്ല നിഫ്റ്റിയിലും റൈറ്റ് ബൈയുടെ ഓപ്പർച്യൂണിറ്റി നമ്മൾ ലോവർ ലെവലിൽ തന്നെ നൽകിയിരുന്നു. റൈറ്റ് ബൈയുടെ ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവലിൽ നമ്മൾ തുടർച്ചയായിട്ട് മാർക്കറ്റ് ഇവിടെ നിലനിൽക്കുമ്പോൾ തുടർച്ചയായിട്ട് സെല്ലിലേക്ക് നിലനിൽക്കാനല്ല നമ്മൾ സൂചിപ്പിച്ചിരുന്നത്, ബൈക്കാണ് സാധ്യത. ഈ ഒരു ലെവലിൽ നിന്നാലും ബൗൺസ് ചെയ്യുമെന്നാണ് സൂചിപ്പിച്ചിരുന്നത്. അതിനുശേഷം നമ്മൾ കൂടുതൽ അലേർട്ട് തന്നിരുന്ന ഏരിയ 200-ന്റെ അടുത്താണ്, 2200-ന്റെ അടുത്താണ് അലേർട്ട് തന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്നായാലും എക്സാക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ അത് വന്നിരുന്നു. അപ്പോൾ നിഫ്റ്റി ഇപ്പോഴത്തെ ഒരു കറണ്ട് ഒരു സെന്റിമെന്റിലായാലും ബൗൺസ് ചെയ്തപ്പോൾ നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. ഈ ഒരു ബൗൺസ് എന്ന് പറയുന്നത് നിഫ്റ്റിയിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി അല്ല, നമുക്ക് ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനുള്ളതല്ല. അതായത് സെൽ ഓൺ റൈസ് സ്ട്രാറ്റജിയാണ്, സെൽ ഓൺ എവരി റൈസ് സ്ട്രാറ്റജിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. റൈറ്റ് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു അവസരമാണ്. അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള ഒരു സ്റ്റോക്ക് ആയാലും ഓരോ ബൗൺസ് ചെയ്യുമ്പോഴും വിറ്റ് കളയാനുള്ള ഒരു അവസരമാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ട്രെൻഡ് നെഗറ്റീവായാൽ തന്നെ നമ്മളത് സൂചിപ്പിക്കുന്നതാണ്. അതായത് ഈ ഒരു ട്രെൻഡ് 19,800 താഴത്തേക്ക് നിലനിന്നപ്പോൾ നമുക്കൊരു ലോങ് ടൈമിൽ നിഫ്റ്റി നെഗറ്റീവാണ്. ഇതൊരു ലോങ് ടൈം സെന്റിമെന്റിൽ നിഫ്റ്റി നെഗറ്റീവായി. നമ്മളത് സൂചിപ്പിച്ചിരുന്നതാണ്. ഇൻ കേസ് ബൈക്ക് കടക്കണമെങ്കിൽ, കേസ് ഇവിടെ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും ബൈക്ക് കടക്കണമെങ്കിൽ 800 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നിഫ്റ്റിക്ക്. നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം 800 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 800 ഹോൾഡ് ചെയ്ത് നിലനിർത്തിയാൽ മാത്രമാണ് ആ ഒരു ബൈ ഒരു സെന്റിമെന്റ്. കഴിഞ്ഞ ആഴ്ച തുടക്കത്തിൽ വീക്കിലി വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, നിഫ്റ്റിക്കായാലും 19,800-ന്റെ മുകളിലേക്കെങ്കിലും അറ്റ്ലീസ്റ്റ് സസ്റ്റെയിൻ ചെയ്യണം. 800-ന്റെ മുകളിലേക്കെങ്കിലും അറ്റ്ലീസ്റ്റ് സസ്റ്റെയിൻ ചെയ്താലാണ് ആ ഒരു ബൈ ഒരു സെന്റിമെന്റ്. ഇവിടെ ശ്രദ്ധിക്കുക, തുടർച്ചയായിട്ട് ഒരു ഗ്രീൻ കാൻഡിൽ വന്നെങ്കിലും നിഫ്റ്റിയായാലും 800-ന്റെ മുകളിലേക്ക്, 19,800-ന്റെ മുകളിലേക്ക് നിഫ്റ്റിക്കായാലും സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിയുടെ ഈ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ട്രെൻഡാണ്. നിഫ്റ്റി ലോങ് ടൈം നെഗറ്റീവിലാണ്. നിഫ്റ്റി മാത്രമല്ല, നമ്മളത് ലോങ് ടൈം നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഡെക്സുകളൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. നാസ്താക്ക് ലോങ് ടൈം നെഗറ്റീവ് ആണെന്ന് സൂചിപ്പിച്ചിരുന്നു. നാസ്താക്ക് ഇൻഡെക്സ് ആയാലും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. എവറി റൈസ് ഷോർട്ട് സെല്ലിന് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇൻ കേസ് ബൗൺസ് ചെയ്താലും എപ്പോഴും മാർക്കറ്റ് ഒരു സെല്ലിലേക്ക് പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മളത് സൂചിപ്പിക്കാറുള്ളതാണ്. ഓരോ ബൗൺസും ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനുള്ളതല്ല. ഇൻ കേസ് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻട്രാഡേയിൽ മാത്രമായിട്ട് നിലനിൽക്കുക. റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ടോ റെസിസ്റ്റൻസിന്റെ ഒരു മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി ഇൻട്രാഡേയിൽ മാത്രമായിട്ട് നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മളത് സൂചിപ്പിച്ചിരുന്നതാണ്. അപ്പോൾ നിഫ്റ്റിയിലായാലും ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ട്രെൻഡായാലും കാണുന്നത് ഒരു സൈക്കോളജിക്കലായിട്ടുള്ള റെസിസ്റ്റൻസ് തന്നെയാണ് 19,800. 800-ന്റെ മുകളിലേക്ക് നിഫ്റ്റി ഒരു സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 800 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യണം. പക്ഷെ 800-ന്റെ മുകളിൽ ഒരു ബൈ സെന്റിമെന്റിന് ഒരു സാധ്യതയുണ്ട്. അത് എത്രത്തോളം പോകുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. 800-ന്റെ മുകളിലായാലും ഒരു 100 പോയിന്റ് ഡിഫറൻസിൽ തന്നെ റെസിസ്റ്റൻസുകളുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു മുകളിലായാലും ഇൻട്രാഡേയിലായാലും ആ ഒരു ബൈയുടെ ഒരു സെന്റിമെന്റ് തന്നെയാണ് 800-ന്റെ മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടൊരു ബൈ സെന്റിമെന്റിലേക്ക് നിഫ്റ്റിയിൽ നിലനിൽക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിഫ്റ്റി ആയാലും 19,500 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് നിഫ്റ്റി ആയാലും നിലനിൽക്കുന്നത്. ഈ ഒരു നിലനിൽപ്പായാലും അപ്പോൾ നിഫ്റ്റിക്കായാലും 19,800-ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻ കേസ് 19,500 ബ്രേക്ക് ചെയ്താൽ നിഫ്റ്റിയിലായാലും ഒരു സഡൻ ഫാളിനുള്ളൊരു സാധ്യതയുണ്ട്. മാർക്കറ്റിലായാലും നിഫ്റ്റിയിലായാലും സപ്പോർട്ട് ഉണ്ട്, ഈ ഒരു ലെവലിൽ സപ്പോർട്ട് ഉണ്ട്. എന്നിരുന്നാലും നിഫ്റ്റിക്കായാലും 19,500-ന്റെ താഴെ വീക്ക്നെസ് ആണ്. ഈ ഒരു സപ്പോർട്ടായാലും ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യേണ്ട ഒരു സപ്പോർട്ടാണ്. 500-ന്റെ താഴെ നിലനിന്നാൽ തന്നെ നിഫ്റ്റി ആയാലും 19,300 വളരെ ഈസി ആയിട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 300-ന്റെ അടുത്ത് നിഫ്റ്റി ആയാലും ടെസ്റ്റ് ചെയ്യും. 300-ന്റെ അടുത്താണ് ഇനി
നിഫ്റ്റിയിലായാലും ഒരു സപ്പോർട്ട് വരുന്നത്. അല്ലെങ്കിൽ വരും ആഴ്ചയിൽ വരും ദിവസങ്ങളിലായാലും ശ്രദ്ധിക്കേണ്ട ഈ ഒരു ലെവലിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്യുമ്പോഴായാലും ഹൈ ഓൺ റൈസ് സ്ട്രാറ്റജി തന്നെ യൂസ് ചെയ്യുക. ഇതിൻ്റെ ഒരു മുകളിലേക്ക് നിലനിന്ന 19,800 മുകളിലേക്ക് നിലനിന്ന സെൻറ്റിമെൻറ്റിൽ സ്ലൈറ്റ് ഒരു പോസിറ്റീവായി, ഫുള്ളി ഒരു പോസിറ്റീവ് അല്ല, സ്ലൈറ്റ് ഒരു പോസിറ്റീവാണ്. ബൈക്ക് തന്നെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകുന്ന രീതിയിൽ 19,800 മുകളിൽ നിന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഒരു ലെവലിലൊക്കെ സെൽ ഓൺ റൈസ് സ്ട്രാറ്റജിയാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനത്തെ രീതിയിൽ അപ്ലൈ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്കൊരു ട്രേഡുകൾ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും നമുക്കൊരു ഇൻട്രാഡേ ലെവലിൽ നമുക്ക് നോക്കാം. ലോങ് ടൈം വ്യൂവിൽ പൊസിഷൻ വ്യൂവിൽ ഇതാണ് നിഫ്റ്റി ആയാലും ഇപ്പോഴത്തെ ഒരു സെന്റിമെന്റിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കാണുന്നത്. പൊസിഷനിലായാലും നിഫ്റ്റി ആയാലും ഇൻട്രാഡേയിലായാലും നമ്മളൊരു പൊസിഷൻ വ്യൂവിലായാലും നിഫ്റ്റി പറഞ്ഞു 19,500 താഴത്തേക്ക് നിലനിന്ന് കഴിഞ്ഞാൽ നിഫ്റ്റി കൂടുതൽ വീക്ക്നെസ് ആണ്. താഴത്തേക്ക് 19,300 അടുത്ത് വരെ പോകാനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തിലായാലും മാർക്കറ്റിൽ സംഭവിച്ചു നോക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുക. 19,575 നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് തന്നിരുന്നത്. 19,575 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയുടെ ഒരു സെന്റിമെന്റിലാണ് നമ്മളത് സൂചിപ്പിച്ചു വരുന്നു. നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റിലായാലും നമുക്ക് റെസിസ്റ്റൻസ് നൽകിയിരുന്നു, റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകിയിരുന്നു. അപ്പോൾ ഇതിലൊരു മുകളിലേക്ക് കടന്നാൽ തന്നെ നിഫ്റ്റിയിൽ നല്ലൊരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. നിഫ്റ്റി എക്സാക്റ്റ് ആയിട്ട് നമ്മൾ അടുത്ത റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ വളരെയധികം ഡിഫറൻസിലാണ് റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 19,675 നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക, കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ശ്രദ്ധിക്കുക. 675 എത്തിയതിനു ശേഷമാണ് നിഫ്റ്റി അതിന് ശേഷം സ്ട്രഗിൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒരു വർക്കിംഗ് ശ്രദ്ധിക്കുക. 675 മുകളിലേക്ക് ബ്രേക്ക് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കുക ആ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്, വീണ്ടും ആ ഒരു പോസിറ്റീവ് സെന്റിമെന്റിലാണ് നിഫ്റ്റി ആയാലും മുകളിലോട്ട് മൂവ് ചെയ്തിരുന്നത്. അതിനുശേഷം നിഫ്റ്റി വന്നിരിക്കുന്ന ഒരു ഹൈ എന്ന് പറയുന്നത് 19,726 ഹൈ രജിസ്റ്റർ ചെയ്തിരുന്നത്. പക്ഷേ 19,675 താഴത്തേക്ക് വീണ്ടും ബ്രേക്ക് ചെയ്തപ്പോൾ, അതിനുശേഷം ബ്രേക്ക് ചെയ്തപ്പോൾ ഇതൊരു വീക്ക്നെസ് ആയി, സെൽ ട്രെൻഡിലേക്ക് ആയി. അങ്ങനെയാണ് ശരിക്കും നമുക്ക് ആ ഒരു ഇൻട്രാഡേയിൽ കൃത്യമായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ഫോളോ ചെയ്യേണ്ടത്. ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് തന്നെയാണ് അതിന്റെ തലേദിവസം നമ്മൾ നൽകിയിരിക്കുന്നത്. എക്സാക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് തന്നെയാണ്. 19,675 നമ്മൾ അതിന്റെ തലേദിവസം സപ്പോർട്ട് നൽകിയിരിക്കുന്നത്. സപ്പോർട്ട് വർക്ക് ചെയ്ത് നോക്കുക. നിഫ്റ്റി ആയാലും ഹോൾഡ് ചെയ്തിരുന്നത് 19,675. അപ്പോൾ റൈറ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ വർക്കിംഗ് നോക്കുക. 675 ബ്രേക്ക് ചെയ്തപ്പോൾ മാർക്കറ്റിൽ ഒരു സെൽ ട്രെൻഡ്, വളരെ ഈസി ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാർക്കറ്റിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അത്യാവശ്യം മാർക്കറ്റിൽ ഒരു ആക്യുറസി ഉള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ട്രെൻഡും സെന്റിമെന്റിലും ഒക്കെ അനുസരിച്ചാണ് നമ്മളൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകുന്നത്. കാരണം നമുക്കായാലും ഇതിനൊരു മുകളിൽ സസ്റ്റെയിൻ ചെയ്ത്, അതുപോലെ തന്നെ 19,800 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ വളരെ സ്ട്രോങ് ആണ്. അതിന് മുകളിൽ റെസിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ടാണ് ആ റെസിസ്റ്റൻസ് ഇല്ല എന്ന് പറയുന്നത്. കാരണം മാർക്കറ്റിന്റെ ആ ഒരു സെന്റിമെന്റിലായാലും കുറച്ചും കൂടി സ്ട്രോങ് ആണ്. അപ്പൊ സപ്പോർട്ട് റെസിസ്റ്റൻസും സപ്പോർട്ടിന്റെയും റെസിസ്റ്റൻസിന്റെയും ഒക്കെ ലെങ്ത് പോലും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ആ ഒരു മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റിലും ഓരോ റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലും മാർക്കറ്റ് നിലനിന്ന് കഴിഞ്ഞാൽ മാർക്കറ്റിന് എന്താണ് ആ ഒരു സെന്റിമെന്റ്, അതൊക്കെ അനുസരിച്ചാണ് മാർക്കറ്റിന്റെ ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ നൽകുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്ന് നോക്കാം. നിഫ്റ്റിനെ ആയാലും നമുക്കൊരു ഹയർ ലെവലിലേക്കായാലും 19,675 നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന അതേ റെസിസ്റ്റൻസ് തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു മുകളിലാണ് ഇനി അടുത്തൊരു ഇൻട്രാഡേ ബൈ സെന്റിമെന്റ്. അപ്പോൾ നിഫ്റ്റിയിലും ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ വരും ദിവസങ്ങളായാലും 19,580 ഹോൾഡ് ചെയ്തിട്ടാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണ്. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റെസിസ്റ്റൻസിന്റെ മുകളിലാണ് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നത്. റെസിസ്റ്റൻസിന്റെ മുകളിൽ എപ്പോഴും ബൈയുടെ ഒരു സെന്റിമെന്റിലാണ്. അപ്പം ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ വീഡിയോസ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോസ് നമുക്ക് 2-3 വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാത്തവർ ആ വീഡിയോസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. എപ്പോഴും റെസിസ്റ്റൻസിന്റെ ഒരു മുകളിൽ നമ്മളെപ്പോഴും ബൈയുടെ ഒരു സെന്റിമെന്റിലാണ്, ബൈക്കാണ് നമ്മളത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. പക്ഷേ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നെങ്കിൽ 580 ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലാണ് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് യൂട്ടിലൈസ് ചെയ്യുക. തൊട്ടടുത്ത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് മാനേജ് ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സപ്പോർട്ടുകൾ ഹോൾഡ് ചെയ്തിട്ട് നോക്കുക. 505 സപ്പോർട്ടാണ്, 550 സപ്പോർട്ടാണ്. 505 ഹോൾഡ് ചെയ്ത് 550 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ഈ ഒരു ബൈയുടെ സെന്റിമെന്റിൽ സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ.
അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഈ സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ വീക്ക്നെസ് ആണ്. അപ്പോൾ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 550 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 505 സപ്പോർട്ടാണ്. 505 കേസ് പറയുന്ന ഒരു സപ്പോർട്ട് ലെവലുകൾ ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ വീക്ക്നെസ് ആണ്. ക്യുക്കായിട്ടുള്ള ഒരു ഫാള് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ നിഫ്റ്റിക്കാരൻ ഒരു ബൈയുടെ ഒരു സെന്റിമെന്റിൽ നിഫ്റ്റിയിൽ നിലനിൽക്കണമെങ്കിൽ അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്താലാണ് ആ ഒരു സ്ട്രെങ്ത് വരുന്നത്. റെസിസ്റ്റൻസിന്റെ ഒരു മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. ഹയർ ലെവലിലേക്ക് ആയാലും അടുത്ത റെസിസ്റ്റൻസ് 760 അപ്പോൾ 760 800 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത നിഫ്റ്റിയിൽ സ്ട്രെങ്ത് ഉണ്ട്. നിഫ്റ്റിക്ക് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ സെല്ലിലാണ് മാർക്കറ്റിൽ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. മാർക്കറ്റിന്റെ ട്രെൻഡ് സെൽ ട്രെൻഡിലാണ്. അപ്പോൾ നിഫ്റ്റിയിലെ ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയിലെ എക്സാക്റ്റ് ആയിട്ട് ബൈരെ എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ഒരു വീക്ക്നെസ് തന്നെയാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നമ്മൾ അപ്ഡേറ്റ് നൽകിയിരുന്ന കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന ഇൻട്രാഡേയിൽ നൽകിയിരിക്കുന്ന ലെവൽസ് ഒന്ന് ശ്രദ്ധിക്കുക. എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ബൈരോ ഓപ്പർച്യൂണിറ്റി നമ്മുടെ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ എക്സാക്റ്റ് ആയിട്ട് ബൈരോ ഓപ്പർച്യൂണിറ്റി ഇവിടെ നിന്നാണ് ബാങ്ക് നിഫ്റ്റി ലഭിക്കുന്നത്. അതിനുശേഷം നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് തുടക്കത്തിൽ ഒരു ബൈയുടെ ഒരു മൊമെന്റം എക്സാക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി. അതിനുശേഷം അതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ടുകളൊക്കെ ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സെന്റിമെന്റിലായാലും സെല്ല് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും നമ്മളൊരു ബാങ്ക് നിഫ്റ്റിയുടെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് പറഞ്ഞിരുന്നു. അതിനനുസരിച്ചാണ് ബാങ്ക് നിഫ്റ്റി എക്സാക്റ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയായാലും ബൈയുടെ ഒരു സെന്റിമെന്റ് ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ ഒരു ലെവലിന്റെ മുകളിൽ, അതായത് 44,750 ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ലെവൽ ഇതാണ് വരുന്നത്. 44,750 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇൻട്രാഡേയിൽ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ അല്ലാത്തൊരു സിറ്റുവേഷനിലൊക്കെ സെൽ ഓൺ റൈസ് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യേണ്ടത്. ഓപ്പൺ ചെയ്യുന്നത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാം. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ഇതിന്റെ താഴത്തേക്ക് നിലനിന്നാൽ മാത്രമാണ്. പക്ഷേ ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി ആണ്. സ്ട്രോങ് ആയിട്ടുള്ള ബൈയുടെ ഓപ്പർച്യൂണിറ്റി ആണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലെ പോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സിറ്റുവേഷൻ. പക്ഷെ റെസിസ്റ്റൻസിന്റെ മുകളിലാണെങ്കിൽ നമുക്ക് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകും. 615 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പക്ഷെ 615 സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണം. ഷോർട്ട്സിന് ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. 550 ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. ക്യുക്കായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാം. 550 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ വീക്ക്നെസ് ആണ്. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. നമുക്ക് അടുത്തൊരു സപ്പോർട്ട് ലെവൽ 44,444 സപ്പോർട്ടാണ്. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ 550 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണെങ്കിൽ വീക്ക്നെസ് ആണ്. സപ്പോർട്ടിന് ഒരു മുകളിലാണെങ്കിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് വെയിറ്റ് ചെയ്യുക. ബൈയുടെ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. സപ്പോർട്ട് ലോവർ ലെവൽ സപ്പോർട്ട് 44,300 ഈ സപ്പോർട്ടിന് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ, ബയേഴ്സിന് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ബൗൺസ് ചെയ്യാനായിട്ട് സാധിക്കും. പറയുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ താഴെ നിലനിൽക്കുമ്പോൾ 44,300 സപ്പോർട്ട് കേസിന്റെ താഴത്തേക്ക് വന്നാൽ ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ആ ഒരു ബൈയുടെ ഒരു സെന്റിമെന്റിൽ ബയേഴ്സിന്റെ ഒരു സ്ട്രെങ്ത് കിട്ടുന്നത്. ഇപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മാർക്കറ്റിലായാലും ഫിന്നിഫ്റ്റിയുടെ കേസിലായാലും നമ്മൾ എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു ലെവൽ റെസിസ്റ്റൻസ് ആണ് എന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഫിന്നിഫ്റ്റിയിലും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫാണാണ് ഫിന്നിഫ്റ്റിയിൽ നമുക്ക് റൈറ്റ് ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ അപ്ഡേറ്റ് നൽകാം. ഫിന്നിഫ്റ്റിയുടെ ഒരു ലെവൽ ഹയർ ലെവലിൽ നിന്നുള്ള ഷോർട്ട് സെല്ലിന് തന്നെയാണ് സാധ്യത വരുന്നത്. പക്ഷെ ഫിന്നിഫ്റ്റിയുടെ ഒരു ബൈയിലേക്ക് കടന്നാലും അതുപോലെ തന്നെ റൈറ്റ് ഷോർട്ട് സെല്ലിൽ ഒരു ഓപ്പർച്യൂണിറ്റി, ഇനി അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോഴായാലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ മാർക്കറ്റിലെ വലിയ ദിവസമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റ് വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയർ കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.